പ്രതീക്ഷിക്കുന്നത് ജയിക്കാനുള്ള ഭൂരിപക്ഷം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഞാനതാ പറഞ്ഞത്, ജയിക്കാനുള്ള ഭൂരിപക്ഷം. റിസൾട്ട് ചേലക്കരയിലെ ഒരു റിസൾട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നതും കോൺഗ്രസ് നാളെ അധികാരത്തിലേക്ക് വരുമ്പോൾ അത് ഭരിക്കുന്നതിന് വേണ്ടിയല്ല, ജനക്ഷേമ പദ്ധതികളും. അങ്ങനെ കൊങ്ങികളുടെ പെങ്ങള് കുട്ടി തേഞ്ഞൊട്ടിയിരിക്കുകയാണ് ഗൈസ്. ചേലക്കരയിൽ വോട്ടെണ്ണി തുടങ്ങിയത് മുതൽ പെങ്ങളുകുട്ടിയെ പിന്തള്ളിക്കൊണ്ട്, പെങ്ങളുകുട്ടിയെ കണ്ടം വഴി ഓട്ടിച്ചുകൊണ്ട് UR പ്രദീപ് എന്ന ഇടതുപക്ഷത്തിൻ്റെ കരുത്തുറ്റ നായകൻ അവിടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തു പറയാനാണ്, പെങ്ങളുകുട്ടി ഈ കണ്ട നാടകങ്ങളൊക്കെ കളിച്ചിട്ടും യാതൊരു ഗുണവുമില്ലാതെയായി. എന്തായാലും വോട്ടെണ്ണി തുടങ്ങുന്നതിന് മുമ്പ് മാപ്ര കുഴലുകൾക്ക് മുന്നിൽ ഘോരഘോരം പ്രസംഗിച്ചിരുന്നു ചേലക്കരയെ കയ്യിൽ കൊണ്ടുവരുമെന്ന്. ഇപ്പോൾ എന്തായി? അടിമുടി തേഞ്ഞൊട്ടി, അത്ര തന്നെ. അറിയാലോ, തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തന്നെ അനുഗ്രഹം മേടിച്ചാണ് പ്രചരണം ആരംഭിച്ചത്. പിന്നെ കഴിഞ്ഞൊരു 6 വർഷക്കാലമായിട്ട് ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന ഒരു ജനപ്രതിനിധി ആയിരുന്നതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എന്നുള്ള രീതിയിലും ആരാധനാലയങ്ങളിൽ സന്ദർശിക്കുന്നത് ഒരു പതിവുള്ള കാര്യമാണ്. അപ്പം നമ്മൾ പകുതി വെച്ചാൽ ഞങ്ങളുടെ പ്രവർത്തനവും ദൈവാനുഗ്രഹവും കൂടെ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അപ്പം അത് ആവോളം അനുഭവിച്ചാണ് പോകുന്നത്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ വാഹന പ്രചരണത്തിലും അതേപോലെ തന്നെ കുടുംബയോഗങ്ങളിലും ഞങ്ങളുടെ ഭവന സന്ദർശനങ്ങളിലും ഞങ്ങളുടെ സഹപ്രവർത്തകരെല്ലാം വീടുകൾ കയറുമ്പോഴും അമ്മമാർക്കരികിലെത്തുമ്പോഴും വ്യാപാരി സുഹൃത്തുക്കൾ, വഴിയോരത്ത് കാണുന്ന എല്ലാ ആളുകളുടെ അരികിലെത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് വോട്ടുകൾ ചോദിച്ചെത്തുമ്പോൾ അവരെല്ലാം വലിയ പിന്തുണയാണ് UDF സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലും പാർട്ടിക്കും മുന്നണിക്കും നൽകുന്നത്. അതിന്റെ ഒരു പിന്തുണ കൂടെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിലും പറയാൻ സാധിക്കുന്നത്. പ്രതീക്ഷിക്കുന്നത് ജയിക്കാനുള്ള ഭൂരിപക്ഷം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഞാനതാ പറഞ്ഞത്, ജയിക്കാനുള്ള ഭൂരിപക്ഷം. കാരണം ലീഡേഴ്സ് അവർ കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ, അറിയാലോ, കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേരത്തെ തന്നെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ AICCയുടെ കേരളത്തിന്റെ ചാർജുള്ള സെക്രട്ടറി ആരംഭിച്ചു. KPCC 2 പേർക്ക്, നിയാസ് വക്കീലിനും അതേപോലെ VP സജീന്ദ്രൻ XMLAക്കും ചുമതല കൊടുത്തു. അവിടെ നിന്ന് താഴെ തട്ട് വരെ, മണ്ഡലം തലം വരെ പാർട്ടി തലത്തിൽ ചുമതല നിർവഹിച്ച KPCC ഭാരവാഹികൾ, ബൂത്ത് തലങ്ങളിൽ ചുമതല നിർവഹിച്ച കോൺഗ്രസിന്റെ DCC ഭാരവാഹികൾ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് എത്തുമ്പോൾ UDF സംവിധാനത്തിലേക്ക് വന്നപ്പോൾ അതിൽ എല്ലാ ഘടകകക്ഷികളും ഓരോ പ്രദേശത്തിന്റെ ചുമതല എടുത്തുകൊണ്ട് UDFന്റെ വളരെ സജീവമായിട്ടുള്ള ഒരു മുന്നൊരുക്ക പ്രവർത്തനങ്ങളും ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ UDFന്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ചിലപ്പോൾ ഒരുപക്ഷെ അവർക്കൊരു ദിവസത്തെ കൂലി നഷ്ടപ്പെടുത്തിയാൽ ജീവിതത്തിന്റെ താളം തെറ്റുന്ന സാധാ പ്രവർത്തകരാണ്. പക്ഷെ അതെല്ലാം മാറ്റിവെച്ചിട്ട് അവര് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഭവന സന്ദർശനമാണ് എങ്കിലും പര്യടനങ്ങളാണ് എങ്കിലും അതിനെല്ലാം നേതൃത്വം കൊടുത്ത എന്റെ സഹപ്രവർത്തകരുടെ കഠിനാധ്വാനത്തിൽ ഏറ്റവും വലിയ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ പരമാവധി ആളുകളിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് ജയിക്കാനുള്ള ഭൂരിപക്ഷം ഈ ചേലക്കര നിയോജകമണ്ഡലം നൽകും. ഈ മണ്ഡലം LDFന് 38,000-ന് മേല് ഭൂരിപക്ഷം കൊടുത്തിട്ടുണ്ട്. ആ ഭൂരിപക്ഷം പിന്നീട് രമ്യ അത് 5,000 ആക്കി ചുരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇക്കുറി എങ്ങനെ പ്രതിഫലിക്കുന്നത്? ഇപ്പൊ കഴിഞ്ഞ 2019 ഞാൻ മത്സരിക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഇടതുപക്ഷത്തിന്റെ കോട്ടയാണെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയങ്ങളിൽ എല്ലാ പഞ്ചായത്തുകളും, ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 56 പഞ്ചായത്തും നഗരസഭ 3 ചേരുന്നവിടത്ത് എല്ലായിടത്തും ലീഡ് നൽകിയത്. ആ സമയം എന്നോടൊപ്പം ചേർന്ന് നിന്ന നിയോജകമണ്ഡലമാണ് ചേലക്കര നിയോജകമണ്ഡലം. അതിനുശേഷം വന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനകത്ത് 19 ഞാൻ മത്സരിക്കുമ്പോൾ വടക്കാഞ്ചേരി നിയോജകമണ്ഡലം മാത്രമാണ് UDFനൊപ്പം ഉണ്ടായിരുന്നത്. പക്ഷെ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 7 നിയോജകമണ്ഡലവും ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്നു. 2024 വന്നപ്പം പിന്നെ ചേലക്കര ആ ഒരു സ്നേഹവും കരുതലും എന്നോട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇന്ന ഒരു പാർട്ടിയുടെ ഒരു കോട്ടയാണെന്നോ അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മേൽക്കൈയുള്ള അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം ജനങ്ങൾ അതിന്റെ പരിഗണന ഐക്യജനാധിപത്യ മുന്നണിക്ക് തന്നിട്ടുണ്ട്. അത് ചേലക്കരയിലും ഈ 24-ലുള്ള കരുതലും സ്നേഹവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനോടൊപ്പം ചേലക്കരക്കാർ ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം ചേർത്ത് നിർത്തും എന്നുള്ളത് കൈവിടില്ല. അതെ, കാരണം പെട്ടിയിലായി കഴിഞ്ഞല്ലോ. അപ്പൊ ആ സ്നേഹം
ആവോളം അനുഭവിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം മുന്നോട്ട് പോയത്. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ അത് കൂടെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പാർട്ടിയും മുന്നണിയും സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാനും അതേപോലെ എൻ്റെ സഹപ്രവർത്തകരാണ്, ഇവരെല്ലാം സ്കോഡ് കയറിയ ആളുകളാണ്. ഓരോ ദിവസവും എന്താ പറയാ, ഒരു തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ ഇട്ട ആ നാള് മുതൽ ആ ഷെഡ്യൂളിൽ നിന്ന് ഒരു മാറ്റം പോലും മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ അത്രയും ആ ഷെഡ്യൂൾ അനുസരിച്ച് UDF ലീഡർഷിപ്പ് ഇട്ടിരിക്കുന്ന ഷെഡ്യൂൾ അനുസരിച്ച് പൂർത്തിയാക്കാൻ സാധിച്ചു. ഞങ്ങളുടെ കുടുംബയോഗങ്ങളിൽ UDFന്റെ ലീഡേഴ്സ് പങ്കെടുക്കാത്ത ഒരു കുടുംബയോഗം പോലും ഇല്ല. ഒരു സ്ഥലത്ത് പ്രതിപക്ഷ നേതാവാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ട്, തൊട്ടപ്പുറത്ത് NK പ്രേമേന്ദ്രൻ സാറുണ്ട്, ഫ്രാൻസിസ് ജോർജ്, അങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുത്ത കുടുംബയോഗങ്ങൾ വരെ വളരെ കൃത്യമായിട്ടൊരു ഷെഡ്യൂളായിരുന്നു. അപ്പൊ അതെല്ലാം മനോഹരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ വോട്ടെണ്ണുന്ന ഈ കൗണ്ടിംഗ് സെന്ററിലേക്ക് പോകുന്നത് വരെയുള്ള ഷെഡ്യൂളുകൾ വളരെ ക്ലിയർ ആണ്. അതിനകത്തൊന്നും ഒരു രീതിയിലുള്ള തടസ്സങ്ങളോ മാറ്റി നിർത്തലുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം എന്തായിരുന്നാലും UDFന്റെ ഞങ്ങൾക്ക് ജനങ്ങൾ ആ ഒരു പിന്തുണ നൽകുമെന്നുള്ളത് പിന്നെ എല്ലാവർക്കും അറിയാലോ. കേരളം ഇന്ന് ആഗ്രഹിക്കുന്നതും റിസൾട്ട്, ചേലക്കരയിലെ ഒരു റിസൾട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നതും കോൺഗ്രസ് നാളെ അധികാരത്തിലേക്ക് വരുമ്പോൾ അത് ഭരിക്കുന്നതിന് വേണ്ടിയല്ല, ജനക്ഷേമ പദ്ധതികൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയിരിക്കുന്ന ജനക്ഷേമ പദ്ധതികൾ അത് നടപ്പിലാക്കാൻ കോൺഗ്രസ് വരണം. അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ UDF നേതൃത്വം കൊടുക്കുമ്പോൾ ചേലക്കര നിയോജകമണ്ഡലം UDFനൊപ്പം ഉണ്ടാകണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ്സുകാർക്കെന്നും മാപ്ര കോലുകൾക്ക് മുന്നിലുള്ള വായ്ത്താളം മാത്രമാണ് ബാക്കി. എന്തായാലും ചേലക്കരയിൽ ഇടതുപക്ഷത്തിൻ്റെ തേരോട്ടം തന്നെയായിരുന്നു.